ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ്. അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ മാസം 25-ാം തീയതിയിലത്തെ പത്രത്തിൽ നമ്മളൊരു ന്യൂസ് കണ്ടിരുന്നു. നമുക്ക് ഫാം തുടങ്ങാനുള്ള ഗവൺമെൻറ് സ്കീമുകളും നമ്മളെ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് വാർത്തകളൊക്കെ കണ്ടിരുന്നു. kshree.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പശുക്കളെ സ്കീമുകളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതിൽ 10 പശു സ്കീമുണ്ട്, 5 പശു സ്കീമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷീരവികസന വകുപ്പിൽ പോയി അന്വേഷിച്ചാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഒക്കെ ഷെഡ് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ ലോ കോസ്റ്റിൽ തന്നെ ഷെഡ് പണിയുക. കാരണം നമുക്ക് ആ ഒരു എമൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഷെഡ് പണി തീർക്കണം എന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ഷെഡ് പണി തീർക്കണം. അപ്പോൾ മാക്സിമം ലോ കോസ്റ്റിൽ പണിയുക. 10 പശുവിൻ്റെ ഷെഡ് പണിയുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 2.5 ലക്ഷത്തിനുള്ളിൽ തന്നെ നമുക്ക് പണിത് എടുക്കാൻ പറ്റും. കാരണം ഞങ്ങൾ ഈ ഷെഡ് പണിത് 15 പശുവിൻ്റെ ഷെഡാണ്. അതിൽ ഞങ്ങൾക്ക് റൂഫ് ഞങ്ങൾ ഓടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓട് ഈ റൂഫിൻ്റെ പണിക്ക്, അതായത് ആ ഓടും അതിൻ്റെ മരങ്ങളും മരപ്പണികളും പിന്നെ പണിക്കൂലിയൊക്കെ കൂട്ടി നമുക്ക് 1,04,000 രൂപ നമുക്ക് വന്നിട്ടുള്ളൂ. അതും നമ്മുടെ ഈ പശുവിൻ്റെ തൊഴുത്തും പണിതിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ പണിക്കാരൻ താമസിക്കുന്ന റൂമുണ്ട്, അതിൻ്റെ മേൽക്കൂരയുണ്ട്. പിന്നെ നമ്മൾ ഓഫീസ് റൂമിൻ്റെ മേൽക്കൂരയുണ്ട്. ഈ റൂഫും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഈ 1,04,000 വന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ തൂണുകൾ നമുക്ക് വന്നത് 40,000 രൂപയാണ്. അപ്പോൾ എൻ്റെ ഈ കാണിക്കുന്ന തൊഴുത്ത് 15 പശു നിൽക്കാനുള്ള തൊഴുത്താണ്. കൂടാതെ ഞാനൊരു സ്റ്റോർ റൂം കൂടെ പണിതിട്ടുണ്ട്. ഒരു സ്റ്റോർ അത്യാവശ്യം നമുക്ക് വൈക്കോലും പിന്നെ തീറ്റയും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഷെഡ് കൂടെ പണിതുണ്ട്. ഈ മൊത്തം ഏരിയക്ക് എനിക്ക് ഒരു ഏകദേശം ഒരു 4 ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ മൊത്തം വർക്കാണ് നമുക്ക് അത്ര എമൗണ്ട് വന്നത്. പിന്നെ അതിൻ്റെ കൂടാതെ ഒരു ചാണകക്കുഴിയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പിന്നെ ഒരു മൂത്രക്കുഴി ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ വർക്ക് നമുക്ക് ഇത്രയും വന്നിട്ടുള്ളൂ. 10 പശുവിന് നമുക്ക് അപ്പോൾ ഇതിനും കുറച്ചാ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ തൊഴുത്തൊക്കെ പണിയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം ചിലവ് കുറച്ച് പണിയുക. ഷീറ്റിന് പകരം ഓട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് കൂടുതലാണ്. നമുക്ക് ഫാമിൻ്റെ ഷെഡിനുള്ളിലെ ചൂട് വളരെ കുറയും, ടെമ്പറേച്ചർ വളരെ കുറഞ്ഞ് നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ കിട്ടും. പിന്നെ ദുർഗന്ധങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പശുക്കളെ മേത്തുനിന്നൊക്കെ ഒരു ഉഷ്ണാവി വരുന്നുണ്ട്, അതേപോലെ തന്നെ ചാണകത്തിൽ നിന്നും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഓപ്പണായിട്ട് പണിതാൽ തന്നെ നമുക്ക് ഈ സ്മെല്ലുകളൊന്നും നമ്മുടെ ഫാമിൽ ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് ചാണകക്കുഴിയും മൂത്രക്കുഴിയും സെപ്പറേറ്റ് പണിതാൽ തന്നെ നമുക്ക് സ്മെല്ലിൻ്റെ ഒരു 90% തന്നെ നമ്മുടെ ഫാമിൽ സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ പണിയാം. പിന്നെ പുൽത്തൊട്ടി നമ്മൾ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം ഒന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എനിക്ക് 1.5 വർഷമായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഈ പുൽത്തൊട്ടി ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ ആവശ്യമുള്ള സമയത്ത് നമ്മളത് മാറ്റിയിട്ട് വീണ്ടും റീഫിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ സമയാസമയത്തിന് നമുക്ക് റീഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം വെച്ചിട്ട് പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് അങ്ങനെ അതൊക്കെ ഇതിന് പിന്നാലെ നമുക്ക് ഒരുപാട് പണികൾ വരും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കുകൾ കുറവായിരിക്കും ഫാമിൽ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാം വളരെ സിമ്പിളായിട്ട്. അതായത് പുൽത്തൊട്ടിയുടെ ഉള്ളിൽ ടൈലൊക്കെ ഇട്ടിട്ട് സൈഡൊക്കെ നല്ല രീതിയിൽ തേച്ച് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം നമുക്ക് അതിൽ നിന്ന് മിസ്സാവില്ല. അപ്പോൾ ഏറ്റവും കുടിക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറൊരു ഐഡിയയും ചെയ്യാം. അതായത് ഡ്രം കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് അത് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ തൊഴുത്തൊക്കെ നല്ല വിശാലമായിട്ട് ഞാൻ പണിതിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തൊഴുത്തിൻ്റെ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണെങ്കിലും നിങ്ങൾ പണിയുമ്പോൾ നല്ല രീതിയിൽ എക്സ്പെൻസ് കുറച്ച് ഈ സ്കീമിനോടനുബന്ധിച്ചിട്ട് തന്നെ ഉള്ള രീതിയിൽ പണിയുക. ഇതാണ് നമ്മുടെ ചാണകക്കുഴി. പിന്നെ മേലെ ഒരു മേൽക്കുറി ഉണ്ടായിരുന്നു, അത് മഴവെള്ളം തൂങ്ങിയിട്ടൊന്ന് പൊട്ടി വീണതാണ്. അപ്പോൾ ഈ ചാണകം നമുക്ക് ഉണക്കിയെടുക്കാനും സുഖമാണ്. ഈ സെപ്പറേറ്റ് മൂത്രവും പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം നമ്മൾ ഇതുപോലെ വന്നിട്ട് ഒരു ടാങ്കി വന്നിട്ട് നമ്മൾ മൂത്രക്കുഴിയിൽ പോകുന്നു. പിന്നെ അവിടെ നിന്ന് ഓവർഫ്ലോ വരുന്നത് നമ്മുടെ പുൽകൃഷിയിലേക്ക് പോകുന്നു. പിന്നെ കൂടാതെ നമ്മളത് മാസത്തിൽ 1-2 തവണ അതിൽ നമ്മുടെ മോട്ടർ മുക്കിയിട്ടിട്ട് നമ്മൾ ഈ പുൽകൃഷിക്കൊക്കെ വളം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോ കോസ്റ്റിൽ നമുക്ക് ഷെഡ് പണിയാം. അപ്പോൾ
അപ്പോൾ ഇതുപോലെ ഷെഡൊക്കെ പണിയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വളരെ ലോ കോസ്റ്റിൽ ഷെഡ് പണിയാം. അത്യാവശ്യം സ്പേസ് ഇട്ട് പണിയാം. നമുക്കിതുപോലെ റൂഫൊക്കെ ഓടൊക്കെ ആണെങ്കിൽ കോസ്റ്റ് കുറച്ച് നമുക്ക് അത്യാവശ്യം സ്പേസൊക്കെ കൂട്ടി. അപ്പോൾ നമ്മുടെ ഈ ഫാമിന് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു സ്പേസ് കുറച്ച് നമുക്ക് ഇവിടെ കൂടെ കൂട്ടണമെങ്കിൽ തന്നെ നമുക്ക് 2 ടൈൽ ടു ടൈൽ നിർത്താനുള്ള ഫെസിലിറ്റി ആവും നമുക്ക്. അപ്പോൾ പിന്നീടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയടിക്ക് തന്നെ 10-15 പശുവിൻ്റെ ഷെഡ് പണിതതും. പിന്നെ നമുക്ക് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഒരു ഷെയ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ മാക്സിമം ചിലവ് കുറച്ചിട്ടുള്ള ഷെഡുകളൊക്കെ പണിയാം. അപ്പോൾ നമുക്ക് സ്കീമിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ളൊരു പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഈ മാസം 31-ാം തീയതി വരെയാണ് ഈ അപ്ലൈ ചെയ്യാനുള്ളതുള്ളൂ. അപ്പോൾ മാക്സിമം അപ്ലൈ ചെയ്യാം. എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് അത് ഫെയിലായി, എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്കിന്നത് ക്ഷീരവികസന വകുപ്പിൽ പോയിട്ടൊന്ന് അന്വേഷിക്കാനുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഫാം തുടങ്ങാനുള്ള ഒരു മാക്സിമം ചിലവൊക്കെ കുറച്ച് ഇതുപോലെയുള്ള ഷെഡുകൾ പണിത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഫാമിൽ ഇങ്ങനെ പശുക്കൾക്ക് അധികം അസുഖങ്ങളോ അതൊന്നും ഇതുവരെയായിട്ട് നമുക്ക് വന്നിട്ടില്ല. ചെറിയ ചെറിയ അസുഖങ്ങൾ മാത്രം, അതായത് ഈ ഒരു 2-3 തവണ മാത്രമേ നമ്മുടെ ഫാമിൽ ഡോക്ടർ വന്നിട്ടുള്ളൂ. ഈ 1.5 വർഷം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ ഇടയ്ക്ക് നമുക്ക് വലിയ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. മെയിനായിട്ട് നമ്മുടെ ഈ ഷെഡിൽ തന്നെ നിന്നാൽ നമുക്ക് ആ ഒരു ഫീല് നമുക്കറിയാം. അതായത് സ്മെല്ലില്ല. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ചാണകക്കുഴി ഉണ്ട്, പക്ഷേ എന്നാലും നമുക്ക് തൊഴുത്തിൻ്റേതായിട്ടുള്ള ആ ഒരു പശുക്കളുടെ ഫാമിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഷെഡ് പണിയാണെങ്കിലും ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും മാക്സിമം ചിലവ് കുറച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ ഫാം മുന്നോട്ട് കൊണ്ടുപോകാം. മാക്സിമം ചിലവ് കുറച്ചിട്ടുള്ള തീറ്റകൾ കണ്ടെത്തുക. പുല്ല് വെച്ച് പിടിപ്പിച്ച് ഒരുപാട് പുല്ല് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മാക്സിമം ചിലവ് കുറഞ്ഞോളും, ഫാം ലാഭകരമാവും. കൂടുതലും തീറ്റയുടെ എക്സ്പെൻസാണ് നമ്മുടെ ഫാമിന് നഷ്ടം വരുത്തുന്നത്. അപ്പോൾ മാക്സിമം ചിലവ് കുറച്ചിട്ടുള്ള ഷെഡും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ഫാം വിജയകരമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെന്ന് പറയാം. പിന്നെ ഒരുപാട് പേര് വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നമുക്ക് കിട്ടുന്ന അറിവൊക്കെ നമ്മളെന്തായാലും വിളിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാമിൽ ചാണകം ഉണക്കുന്നത് ഇതുപോലെയാണ്. കോഴികളെ വളർത്തിയിട്ടാണ് നമ്മൾ ഫാമിലെ ചാണകം ഉണക്കുന്നത്. അപ്പോൾ നമ്മൾ മേലെയുള്ള ചാണകങ്ങൾ ഉണക്കി കോഴികൾ ചിക്കി ചെയ്യുമ്പോൾ നമ്മളത് കോരിയെടുത്ത് ചാക്കിലാക്കും. അപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ മേലുള്ളൊരു ഷീറ്റ് നമുക്ക് വെള്ളം തൂങ്ങി ഇടിഞ്ഞ് വീണ ഒരു സാഹചര്യം വന്നു. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് അതുപോലെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാറ്റിൻ്റെ. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ നമ്മൾ ചാണകക്കുഴി ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചാണകക്കുഴി ഇപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ കിടക്കുള്ളൂ. ഈ ചാണകക്കുഴിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആഴം കുറവാണ്, അതായത് ഡെപ്ത്ത് വളരെ കുറവാണ്. നമ്മളൊരു കാൽമുട്ടിൻ്റെ അത്രയും ഇതിൻ്റെ ഡെപ്ത്തുള്ളൂ. മണ്ണ് ജസ്റ്റ് ഒന്ന് നീക്കി നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിലേക്കും 2 സ്റ്റെപ്പ് അടിയിലേക്കായിട്ടാണ് പണിതേക്കുന്നത്, കട്ട വെച്ച് പണിതേക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അധികം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ മൂത്രം, കുളിപ്പിക്കുന്ന വെള്ളം, ഇതുപോലെ ചാല് സെപ്പറേറ്റ് പോയിട്ട് അവിടെ ഒരു ഇതാണ്. അപ്പോൾ അതിലേക്ക് സെപ്പറേറ്റ് പോകുമ്പോൾ തന്നെ സ്മെല്ലും ഇല്ല. ചാണകം നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റും. കോഴികൾ വളർത്തണമെങ്കിൽ തന്നെ കോഴികൾ ചിക്കിച്ച് കഴിഞ്ഞ് അത് നമുക്ക് ഫ്രീ കോസ്റ്റിൽ തന്നെ നമുക്ക് കോഴികൾ വളരും ചെയ്യും, കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്യും. നമുക്ക് ആ കോഴികളെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഐറ്റങ്ങൾക്കുള്ള അത്യാവശ്യം നല്ല പ്രോട്ടീനുള്ള ആഹാരങ്ങളൊക്കെ ഈ ചാണകത്തിൽ നിന്ന് തന്നെ ഐറ്റങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചാണകം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. ചാണകത്തിൽ നിന്നും അത്യാവശ്യം നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അത്യാവശ്യമല്ല, നമുക്ക് ഒരു നല്ല വരുമാനം തന്നെ ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ ഒന്ന് മെനക്കെട്ടാൽ തന്നെ നമുക്ക് ആ സംഭവം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ സബ്ജക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ ബൈ.